അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിജി മാത്യൂസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് പ്രത്യേകാൽ പ്രേക്ഷകരോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദാസി ദീർഘവർഷങ്ങൾ വടക്കേ ഇന്ത്യയിൽ പഞ്ചാബിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിത പങ്കാളി താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ വേല തികച്ച് കടന്നു പോകുവാനിടയായി തീർന്നു. 2 പെൺകുഞ്ഞുങ്ങളുമായി കർത്താവിൻ്റെ ദാസി ആമേനെ താൻ ഒറ്റയ്ക്ക് പാർത്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഈ കുടുംബത്തെ ഓർത്ത് തുടർമാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ കേൾക്കാം. തുടർന്ന് പ്രിയ ലിജി സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടിയും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയം അരോമ ടി വിയില് ഒരു സാക്ഷ്യമായി വരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ദൈവഭാഗ്യം ഒരുക്കി. പകരം ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ജീവനുള്ള ദൈവത്തെ അറിയുവാൻ തന്ന ഈ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ എണ്ണുന്നു. എൻ്റെ അപ്പച്ചൻ, അമ്മയുടെ മാതാവ്, അമ്മയുടെ പിതാവും മാതാവും ഒക്കെ കഴിഞ്ഞ 35 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഞങ്ങൾ CSA ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ. എന്നാൽ ആ ഒരു CSA ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ വളർത്തപ്പെട്ടപ്പോൾ തന്നെയും ഞങ്ങൾ CSA പടിയിൽ പോകുവാനും എല്ലാ കാര്യങ്ങളും ഒക്കെ ആക്റ്റീവായിട്ടിരിക്കുവാനൊക്കെയും ദൈവം കൃപ ചെയ്തു. എന്നാൽ നാളുകൾക്ക് ശേഷം എൻ്റെ അമ്മ ഈ വിശ്വാസത്തിൽ വരുവാനിടയായി. അവര് 4 സിസ്റ്റേഴ്സാണ്, 2 സഹോദരങ്ങളുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. എന്നാൽ 4 സഹോദരിമാരും നമ്മുടെ ഈ അനുഭവത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വരുവാനിടയായി. എൻ്റെ അമ്മ നീണ്ട 18 വർഷമായിട്ട് ഈ വിശ്വാസത്തിൽ ഒറ്റയ്ക്കാണ് നിന്നത്. എൻ്റെ പപ്പയും ഞങ്ങൾ 3 മക്കളാണ്, പെൺമക്കളാണ്. ഞങ്ങൾ 3 പേരും, ഞങ്ങൾ പപ്പയും ഞങ്ങൾ CSA പള്ളിയിൽ പോകും. എൻ്റെ അമ്മ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലൊക്കെ ഇങ്ങനെ 2 ആരാധനയിലൊക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ അമ്മ ഇങ്ങനെ പോയത് കൊണ്ട് ഞങ്ങളുടെ പപ്പയ്ക്ക് ഒത്തിരി എതിരായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ ഒത്തിരി കഷ്ടം സഹിച്ചു. നീണ്ട വർഷം ഈ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാനൊക്കെ ഇടയാക്കി. അതിനുശേഷം ഞങ്ങൾ 3 പെൺപിള്ളേരാണല്ലോ. ഞാൻ 2ാമത്തെ ആളാണ്. മൂത്ത ചേച്ചി, ഇളയ സിസ്റ്റർ, അവർ സുവിശേഷ വേലയിൽ ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരിക്കുന്നു. അതിന്റെ സാക്ഷ്യം ഞാൻ പറയുകയാണെങ്കിൽ 2002 ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേരുവാനൊക്കെ ഇടയായി. 2006 ഒക്ടോബർ 5-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കുകയുണ്ടായി. 2002 മുതൽ ഇങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോഴും എല്ലാ ദേവദാസന്മാരും എന്നോട് പറയുന്നൊരു ദൂതായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ വേലക്കാരനായിരിക്കും നിന്നെ വിവാഹം കഴിക്കുന്നതെന്ന്. എന്നാൽ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ അത് അങ്ങോട്ട് ഏറ്റെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പെൺപിള്ളേർ ആയതുകൊണ്ടും എങ്ങനെയെങ്കിലും ഒരു പഠിച്ചൊരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും ഉപവസിക്കുമ്പോഴൊക്കെ ആ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ MG കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്താണ് രക്ഷിക്കപ്പെടുവാനിടയായത്. എൻ്റെ അമ്മ ഇങ്ങനൊരു വിശ്വാസത്തിലായതുകൊണ്ട് ഈ വിശ്വാസത്തിൽ വരുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. ആഭരണങ്ങളൊക്കെ ഊരി ഇടുന്ന ഒരു വേർപെട്ട ജീവിതമാണല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഒരിക്കലും നീ ഇതിൽ പോകരുത്, കാരണം നിന്റെ ലൈഫ് പോകുമെന്ന്. എന്നാൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന എൻ്റെ ഒരു സിസ്റ്റർ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ കുഞ്ഞെന്നോട് പറയുമായിരുന്നു,
ലിജി നീ വിശ്വാസത്തിൽ വരും, എനിക്കത് ഉറപ്പാണ്. ഞങ്ങൾ 3 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നീ സ്നാനപ്പെട്ടിരിക്കും എന്നോട് പറയുകയുണ്ടായി. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ അവസാനിക്കുന്ന മുന്നേ തന്നെ സ്നാനപ്പെടുവാനിടയായി. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളെ സഭയായിട്ട് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നല്ല ഇത് ആക്റ്റീവായി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്തൊരു ചർച്ച് വരുവാനിടയായി. AG ചർച്ചാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായി തന്നെ എൻ്റെ ഫാമിലിയും സപ്പോർട്ടായി തന്നെ ചർച്ചിനോടൊത്ത് ഒരുമിച്ച് പോയി. ചർച്ചിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെ എൻ്റെ വിവാഹം നടക്കുവാനിടയായി. അപ്പോൾ കല്യാണാലോചന വന്നപ്പോൾ ഒത്തിരി കല്യാണാലോചനകളൊക്കെ വന്നായിരുന്നു. എന്നാൽ അതിലൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലുള്ളൊരു സുവിശേഷ വേലക്കാരനായിരിക്കും എന്നെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ അങ്ങനെ ഒരു വിവാഹാലോചന വന്നു. ഞാൻ അതിന് അഗ്രി ചെയ്തു. ദൈവത്തിൻ്റെ സഹായത്താൽ വിവാഹമൊക്കെ നന്നായി നടന്നു. എന്നെ വിവാഹം കഴിച്ചത് പത്തനാപുരം AG ചർച്ചോട് നിൽക്കുന്ന ദൈവദാസനായ മാത്യു സ്റ്റോൺ എന്ന് പറയുന്ന ഭക്തനായ ഒരു ദൈവ മനുഷ്യനായിരുന്നു. വിവാഹം കഴിച്ചു. ഞങ്ങളുടെ നാട്ടില് പത്തനാപുരത്ത് വന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനിടയായി. അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന UP-യിലെ സീതാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേളയിൽ ഒരുമിച്ച് പോകുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേരളം വിടുന്നത്. എന്നാൽ ദൈവം അയച്ചതുകൊണ്ട് ദൈവം അതിനൊക്കെയുള്ള ബലവും ശക്തിയൊക്കെ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. ഞങ്ങൾ UP ചെന്നു. അവിടെ ഒരു പുതിയ വർക്കായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ആരാധന നടക്കുമ്പോൾ ഞങ്ങൾ 3 പേർ മാത്രമായിരുന്നു. ആരാധന നടന്നു. എന്നാൽ ഞങ്ങളുടെ അറിയുന്നവരും ഗ്രാമത്തിലുള്ള വിശ്വാസികളൊക്കെ ഞങ്ങളുടെ ആരാധനയ്ക്ക് കൂടി വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആരാധന ഒരു വീട്ടിൽ ആദ്യം തുടങ്ങിയൊരു ബ്രാഹ്മിൻസിൻ്റെ വീടായിരുന്നു. എന്നാൽ ഞങ്ങളത് അവിടെ ആരാധനയാണെന്ന് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളത് ആരാധനയാണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളായിട്ടും ആണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാൻ. എന്നാൽ ആൾക്കാർ അവിടെ കൂടി വന്നുകൊണ്ടിരുന്ന സമയത്ത് അവർ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ. എന്നാൽ ഒത്തിരി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ്, മാലിക്ക് താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വീട് മാറണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട് മാറുവാൻ തുടങ്ങി. മാറി ഞങ്ങൾക്ക് വീടൊക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കിട്ടിയ ഒരു ഗോഡൗൺ ആയിരുന്നു ഞങ്ങൾക്ക് 2 റൂം സെറ്റ് കിട്ടിയത്. ആ ഗോഡൗണിൽ ഞങ്ങൾ ഉള്ള സാധനങ്ങളുമായിട്ട് അവിടെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളോടൊപ്പം ആദ്യം വന്നുകൊണ്ടിരുന്ന കുറേ വിശ്വാസികൾ ഞങ്ങളോടൊപ്പം വരുവാൻ തുടങ്ങി. ആരാധന പിന്നെ ആൾക്കാരെല്ലാം ഇനി കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ദൈവം ഞങ്ങളോട് ആലോചന പറഞ്ഞു, നിങ്ങളൊരു ചുരുങ്ങിയ ഷോർട്ട് ടൈം മാത്രമേ നിങ്ങൾ ഇവിടെ നിൽക്കത്തുള്ളൂ. ഒരു 6.5 മാസം കഴിയുമ്പോൾ നിങ്ങളിവിടെ നിന്ന് മാറ്റും എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. MD കഴിഞ്ഞ് MD ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹവും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഫൈനാൻഷ്യലി പഠിക്കുവാൻ പോകുവാനൊരു ഫീസൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഫോൺ കോൾ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു അങ്കിള് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മാത്യൂസ്, വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ, എന്നാൽ എനിക്ക് എൻ്റെ നമ്പർ ആൾ തന്നു. ഞാൻ അതുകൊണ്ട് ഇപ്പം വിളിക്കുന്നത്. എനിക്ക് പാസ്റ്ററെ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർ ചെയ്യണമെന്ന് ദൈവം എന്നോട് പറയുന്നു. അതുകൊണ്ട് മാത്യൂസിന് പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, പുതിയ വർക്കാണ് പാസ്റ്റർ, ഞാൻ എങ്ങനെ ഇത് വിട്ടിട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്ലാനാണെങ്കിൽ ഇത് നടക്കട്ടെ. കാരണം നമ്മൾ UP ചെന്നു ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറേ വിശ്വാസികളാകുമ്പോൾ പിന്നെ നമുക്കത് ഇട്ടച്ച് പോകുന്നത് ദൈവത്തിന് യോഗ്യമാണോ എന്ന് ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം അത് നടക്കട്ടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അത് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ തന്നെ വേറൊരു മലയാളി ഫാമിലി അവിടെ വരികയും ഞങ്ങളോടൊപ്പം നിൽക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ നിന്നിരുന്ന ലീഡറായിരിക്കുന്ന സാറ് പറഞ്ഞു, മാത്യൂസ്,
അവർക്ക് ലാംഗ്വേജ് അത്ര വശമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് മാസം നിങ്ങളോടൊപ്പം നിൽക്കട്ടെ, അത് നിങ്ങൾക്ക് ഒരു സഹായമായിക്കോളും. അവർക്കും അത് പ്രിപ്പയർഡ് ആകാൻ, അവരുടെ ലാംഗ്വേജ് ഒക്കെ അത് നന്നായി ആകുന്ന സമയം വരെയും നിങ്ങളും അവരുമായിട്ടൊക്കെ ഒരു നല്ല ഇതിൽ പോകുമ്പോൾ അത് അവർക്കൊരു ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫാമിലി ഞങ്ങളോടൊപ്പം വരുവാനിടയായി. ഒരു കുഞ്ഞു പൈതൽ 3 മാസമുള്ള ഒരു പെൺകുഞ്ഞുമായിട്ട് അങ്ങനെ ആ ഫാമിലി ഞങ്ങളുടെ അവിടെ വന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്നത് തന്നെ ഗോഡൗൺ ആണ്. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. ഒറ്റ റൂമിനകത്തുള്ള എല്ലാ കാര്യങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ അവർ നമ്മളോടൊപ്പം വന്ന് നിൽക്കുവാൻ കാണിച്ച മനസ്സ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ദൈവം അവരയച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ UP യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞങ്ങളുടെ ലീഡറിനോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ലോക്കൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് വരാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ സാറിനോട് പറയുകയുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ച് അച്ഛൻ പറഞ്ഞു, അതല്ല സാറ്, ദൈവത്തിന്റെ പ്ലാൻ ആണത്, അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, ശരി, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ UP യിൽ നിന്ന് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ കേരളത്തിലോട്ട് യാത്ര ചെയ്തു. കേരളത്തിൽ വന്നിട്ട് അച്ഛന് പെട്ടെന്ന് തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ സ്പീഡ്, അവിടെ ക്ലാസ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പഠിക്കുവാനേ പോയത് ഞങ്ങൾ MDiv സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് പോയത്. ആന്ധ്രയിലെ CUTR തിയോളജി സെമിനാരിയിൽ 3 വർഷത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ നാട്ടിലാക്കിയിട്ട് വിശാഖപട്ടണത്തോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പിന്നെ നാട്ടിൽ ഒരു സ്കൂളിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കയറി. കാരണം അച്ഛൻ പഠിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ഹെൽപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ തന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അച്ഛൻ ആന്ധ്രയിൽ ചെന്ന് സ്റ്റഡി ആരംഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബൈബിൾ കോളേജ് നടത്തുന്ന അവിടുത്തെ ആൻറ്റി എന്നെ പറഞ്ഞു, മാത്യൂസ് തനിച്ച് ഇങ്ങനെ വിവാഹമൊക്കെ കഴിച്ചതാണ് ആന്ന്, അങ്ങനെയാണെങ്കിൽ സിസ്റ്ററേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോരെ, നിങ്ങൾ 2 സ്ഥലത്ത് നിൽക്കുന്ന എങ്ങനെയാണ്. അപ്പൊ തന്നെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ആലോചന എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ ഒരുങ്ങിക്കോണം, കാരണം ഹസ്ബൻഡ് നിൽക്കുന്നിടത്ത് നിന്ന് ദൈവം നിന്നെയും അയക്കും. ഞാൻ ഫാസ്റ്റിങ്ങിൽ അന്ന് 12ാമത്തെ ദിവസമായിരുന്നു. അന്ന് ദൈവത്തിന്റെ ആത്മാശക്തമായി എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ എന്നെ അച്ഛൻ പെട്ടെന്ന് എന്നെ നാട്ടിൽ വന്ന് എന്നെയും കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു സ്റ്റുഡൻസിന്റെ റൂമല്ല ഞങ്ങൾക്ക് തന്നത്, ഒരു ക്വാർട്ടേഴ്സ്. കാരണം എനിക്ക് സ്കൂളിൽ ഒരു സ്റ്റാഫായിട്ട് എന്നെ എടുത്തത് കൊണ്ട് എന്നെ അവിടെ ഒരു സ്റ്റാഫ് റൂം ഞങ്ങൾക്ക് തരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് അച്ഛൻ പഠിക്കുകയും ഞാൻ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ ഒരു പ്രയർ ഉണ്ട്. കാരണം അവിടുത്തെ മലയാളി ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാം അവിടെ ചേർന്നുള്ളൊരു വർഷിപ്പുണ്ട്. അപ്പൊ അതിന്റെ എല്ലാവരുടെ തീരുമാനിച്ചു അച്ഛനെ അവിടുത്തെ ഈവനിങ് സെക്ഷനിൽ പാസ്റ്ററായിട്ട് നിയമിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. കാരണം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷ നടത്തുന്ന എന്ന് പറയുന്നത് അതൊരു ദൈവത്തിന്റെ വലിയൊരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ 3 വർഷവും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുവാനിടയാക്കി. 3 വർഷം പഠിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഒത്തിരി രോഗങ്ങള്, ബുദ്ധിമുട്ടുകൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രാജുവേഷൻ ടൈമിലാണ് തോന്നുന്നു, ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എനിക്കൊരു പെട്ടെന്നൊരു ക്ഷീണവും ഇതുപോലെ പനി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് അച്ഛൻ എക്സാം നടക്കുന്നു. അപ്പൊ ആ എക്സാം എഴുതാണ്ടിരിക്കാൻ പറ്റത്തില്ല, എന്നെ നോക്കാൻ അവിടെ ആരുമില്ല. എന്നാൽ അവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ എൻ്റെ കാര്യം നോക്കണ്ട, കാരണം നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ക്യാമ്പസിൽ വന്നതാ, ഒരിക്കലും നമുക്ക് ആ എക്സാം എഴുതാതിരിക്കാനോ ഇവിടെ നിന്ന് നമുക്കത് അത് ഫിനിഷ് ആകാതെ പോകാനോ ദൈവത്തിന്റെ പ്ലാൻ അല്ല. അതുകൊണ്ട് അച്ഛൻ എൻ്റെ കാര്യം നോക്കണ്ട, അച്ഛൻ അത് എക്സാം കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. എന്നാൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. ആ കുഞ്ഞുങ്ങൾ എന്നെ നന്നായൊരു സഹോദരിയെ പോലെ, സ്വന്തം സഹോദരിയെ പോലെ എന്നെ നോക്കുകയും അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്ന എല്ലാവരും എന്നോട് കാണിച്ച അതേയും കരുണയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.
അതുപോലെ തന്നെ ഞങ്ങൾ ആ കോളേജിൽ കടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങളെ സ്പോൺസർ ചെയ്തു. അങ്കിളെ ഞങ്ങളോട് പറയുണ്ടായി, മധ്യസ്ഥ 1 ഇയറിന്റെ സ്പോൺസർ ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ 2 ഇയേഴ്സ് ബാക്കിയുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ചത് 3 വർഷം കോഴ്സാണെങ്കിൽ 1 ഇയർ ദൈവം ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബാക്കി ഉള്ള ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. 2ാമത്തെ വർഷം ഓപ്പൺ ആയപ്പോൾ അത് വേറൊരു ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി ക്യാമ്പസിൽ വന്ന ഒരു ഫാമിലി, ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾക്കും അവരെ അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ അവർ വന്നു. ഞങ്ങളോട് അവിടെ 2ാമത്തെ കുഞ്ഞിനെ അവിടെ +2 അഡ്മിഷൻ എടുക്കാൻ വന്നതായിരുന്നു. അതിനോട് ഞങ്ങളൊരു മലയാളി ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച് അവര് പറഞ്ഞ് കുഞ്ഞിനെ നോക്കിക്കോണം. ആ ഒരു ദൈവം കൊണ്ടുവന്ന ഒരു ഫാമിലിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഫാമിലി ഞങ്ങൾക്ക് 2ാമത്തെ വർഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ കോളേജിലെ സ്റ്റഡിക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയുണ്ടായി. അങ്ങനെ 2ാമത്തെ വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. 3ാമത്തെ വർഷമായപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു വാക്തത്വം, ദൈവത്തിന്റെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. നിങ്ങൾ അറിയാത്തൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി 3ാമത്തെ വർഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വരും. നിങ്ങൾ അറിയത്തില്ല, നിങ്ങളെയും അറിയത്തില്ല, പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊരു USA നിന്നൊരു കോള് വരുവാനിടയായി. ആ ആൻറ്റി, ഞാൻ പേര് യശോദ എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ആൻറ്റീനെ. പക്ഷെ ആ ആൻറ്റി ഞങ്ങൾക്ക് 3ാമത്തെ വർഷ ഫീസും ഞങ്ങൾക്ക് അത് പേ ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങൾ 3 വർഷം കോഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഗ്രാജുവേഷൻ 2010 അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ ഇടയായി. ഞങ്ങൾ 2006 UPയിൽ പോയി. അവിടെ 6 മാസം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചാബിൽ വന്നു 2007. 2007 ഞങ്ങൾ രണ്ടുപേരും എല്ലാ ബുധനാഴ്ച ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങൾ മുന്നോട്ടുള്ള മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തലമുറയില്ലായിരുന്നു, ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2007 ഒരു ദിവസം ഞങ്ങൾ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം ദേവദാസനിലൂടെ ഞങ്ങൾ പറയുവാനുണ്ടായി, പഞ്ചാബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനൊരു സ്ഥലം എന്നെ ദൈവം കാണിക്കുന്നുണ്ട്, നമുക്ക് ആ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ എന്നോട് പറയുവാനുണ്ടായി. ഞങ്ങൾ 2007 മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആവശ്യത്തിന് വേണ്ടി, പഞ്ചാബിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ 3 വർഷവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ഒരു വിഷയം ഞാൻ കണ്ടിന്യൂ ആയി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 2010 ആയപ്പോൾ ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു നാട്ടിൽ വന്നു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും അവർ ഓരോരോ മിനിസ്ട്രി ജോയിൻ ചെയ്തു. എന്നാൽ ഞങ്ങളെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി അവിടുത്തെ ആൻറ്റിയൊക്കെ ഞങ്ങളോട് ഒത്തിരി ഞങ്ങളെ ഫോഴ്സ് ചെയ്ത്, നിങ്ങൾ പോകണ്ട, അവിടെ MDC ചെയ്യുക സിസ്റ്റർ, അവിടെ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ തരാം, ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം. എന്നാൽ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ നോർത്തിൽ വന്നു, ഞങ്ങൾക്ക് നോർത്തിൽ തന്നെയാണ് ഞങ്ങളുടെ വിഷൻ. അങ്ങനെയാണെങ്കിൽ നോർത്തിൽ തന്നെ ഞങ്ങൾക്ക് പോകണം, തിരിച്ചു പോകണം. ആ ഒരു വാക്കാണ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞോളൂ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ വന്ന് കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരു ചർച്ച് 1 മാസത്തേക്ക് ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചു. നല്ലൊരു ചർച്ചായിരുന്നു. നീ നാട്ടിൽ തന്നെ നിൽക്ക് എന്നുള്ള രീതിയിൽ. എന്നാൽ ഞങ്ങൾ ആ ചർച്ച് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയാനും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ ആ ചർച്ച് ഒരു 1.5 മാസത്തേക്ക് ഞങ്ങൾ പോയി ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തിരിച്ചു പോകണം, കേരളത്തിലല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് വെസ്റ്റ് ബംഗാൾ ഒന്ന് സന്ദർശിക്കുവാനൊക്കെ വേണം ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചു. വെസ്റ്റ് ബംഗാൾ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തൊരു 2 മാസത്തോളം ഞങ്ങൾ മിനിസ്ട്രിയോടെ ബന്ധത്തിൽ പോകുവാനും അവിടെ ഒരു സ്കൂളിൽ കുറച്ച് നാൾ ടീച്ച് ചെയ്യുവാനൊക്കെ ഒരു അവസരം ഉണ്ടായി. ഞങ്ങളെ കൊണ്ടുപോയ അതൊരു ബൈബിൾ കോളേജാണ്, ബൈസ്കൂള എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അതൊരു സെക്കുലർ സ്കൂളാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്കത് ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ വന്നു. അത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ ഒരു ദിവസം പോലും ഞങ്ങൾ അവിടെ നിർത്തരുതെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരോട് പറയുവാനിടയായി, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. 1 മാസം ശേഷം ഞങ്ങൾ പിന്നെ ഈ നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഇനി പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ ആ ശബ്ദം അതിനനുസരിച്ച് ഞങ്ങൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാവും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപസിക്കുവാൻ തുടങ്ങി. 2ാമത്തെ ദിവസം വൈകിട്ടായപ്പോൾ അച്ഛൻ്റെ കൂടെ CATR പഠിച്ച ഒരു ഫ്രണ്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, മാത്യൂസേ
മാത്യൂസ് പാസ്റ്റർ ജി, അത് ഒരു നിങ്ങൾക്ക് മിനിസ്ട്രി എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സാറിന്റെ നമ്പർ ഞങ്ങൾക്ക് തരുവാൻ ഇടയായി. ആ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയും. എവിടെ സ്ഥലം ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾ വൈകിട്ട് ആയപ്പോൾ ആ നമ്പറിലൊന്ന് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നോർത്തേൺ റീജിയനിലുള്ള നമ്മുടെ ചർച്ച് ബോർഡിന്റെ സാറ്, ഞങ്ങൾ ചർച്ച് ബോർഡിന്റെ ലീഡർ സാറിന്റെ നമ്പർ ആയിരുന്നു. ഞങ്ങൾ സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, ഉടനെ തന്നെ നിങ്ങൾ പഞ്ചാബിലോട്ട് വരണം, ഫാമിലിയായിട്ട് പഞ്ചാബിൽ വരണം. അപ്പോൾ ഞങ്ങൾ 2007 തൊട്ട് പ്രാർത്ഥിച്ച ആ ഒരു വാക്തത്വം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ ചെയ്യുവാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരാം. അങ്ങനെ അച്ഛൻ ആദ്യമായിട്ട് 2010 പഞ്ചാബില് ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എത്തുവാനിടയായി. അവിടെ ചെന്നപ്പോൾ ചർച്ച് ബോർഡിന്റെ ഒരു കോളേജാണ്, ഒരു ഡീനിന്റെ പോസ്റ്റിലാണ് പോയേക്കുന്നത്. അവിടെ ചെന്നു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാത്യു പാസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു ചർച്ചുണ്ട് ചർച്ച് ബോർഡിന്റെ, അവിടെ പാസ്റ്റർ ആക്സിഡന്റിൽ മരിച്ചു പോയി. ആ ചർച്ച് പാസ്റ്റർ ഏറ്റെടുക്കണം. അത് അവിടെ കുറച്ച് ഹിന്ദി വർഷിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ഹിന്ദി പഞ്ചാബികളൊക്കെ കൂടുന്ന, ഔട്ട് സ്റ്റേറ്റിലുള്ള ഒത്തിരി ആൾക്കാർ കൂടുന്ന ഒരു ചർച്ചാണ്. അങ്ങനെ അച്ഛൻ അവിടെ ചെന്നു, ചർച്ചിലെ ഫസ്റ്റ് ആരാധന നടത്തി. അപ്പം കുറച്ച് മലയാളീസ്, ഒരു ഫാമിലി മലയാളിയുണ്ട്, ഒരു ഫാമിലി തമിഴുണ്ട്, ബാക്കിയെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രസംഗിക്കാൻ ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ടും നോർത്തിൽ നിന്നത് കൊണ്ടും ഒക്കെ ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കുവാനൊക്കെ ദൈവൊരവസരം ഒരുക്കി. അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരവിടെ സ്ഥിരമായിട്ട് ഒരു പാസ്റ്ററിന്റെ പോസ്റ്റിൽ അച്ഛൻ അവിടെ നിയമിക്കാനായിട്ട് ഇടയായി. അപ്പൊ തന്നെ ബൈബിൾ കോളേജിൽ ടീച്ച് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ അവർ ഒരുക്കി. ഒരു വർഷം 1 year കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് എന്നെയും കൂടെ പഞ്ചാബിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ സെപ്പറേറ്റ് ഒരു വീട് എടുത്തു. അവിടെ ഞങ്ങൾ താമസിക്കുവാനിടയായി. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരും പറയും, മക്കളില്ലാത്ത പാസ്റ്റർ എന്ന ഒരു ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതത്ര നല്ലതായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും അത് നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം ചെയ്തിട്ടുള്ളൂ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ വാക്ക് മാറുന്ന ദൈവമല്ല, വാക്ക് മാറ്റി പറയുന്ന ദൈവമല്ല. ഞങ്ങളവിടെ അവർക്ക് നന്നായിട്ട് തന്നെ കൊണ്ടുപോവുകയും, ഞങ്ങൾക്ക് ചേരിയിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ ഇടയിലും സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുവാനും, ഒത്തിരി പഞ്ചാബികളായിട്ടുള്ള കുഞ്ഞുങ്ങളും ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നു. അങ്ങനെ ഞങ്ങളുടെ വർഷത്തിലൊന്ന് മാത്രമേ ഞങ്ങൾ നാട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ വിവാഹം കഴിഞ്ഞ് 10 വർഷം ഞങ്ങള് ആയപ്പോ ഞങ്ങള് നാട്ടിലോട്ട് വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണം, ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന്. പാസ്റ്റർക്ക് അതിനൊന്നും ഒരു വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നവരാണ്, നമുക്ക് അതിനു വേണ്ടി സമയമില്ല കളയാൻ, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ആയി അങ്ങനെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് 2018 ആയപ്പോൾ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷമായപ്പോൾ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അത് ഞങ്ങളുടെ ചർച്ചിലപ്പോൾ തന്നെ ഞങ്ങൾക്ക് 4 ഫാമിലീസിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വരുമ്പോൾ ഞാൻ തലമുറയായിട്ട് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ നാട്ടിൽ വന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള അത്രയും തലമുറയില്ലാതെ ഇരുന്ന എത്ര പേരുണ്ട്, അവർക്കെല്ലാം ദൈവം തലമുറയെ കൊടുക്കുവാനിടയായി. ദൈവം നമ്മളൊരു ചെറിയ കാര്യം വന്ന് ചിന്തിക്കും, പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് പഞ്ചാബിൽ മണ്ണിൽ തിരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവർക്കും തലമുറയായി കാണുവാൻ ദൈവം ഒരു അവസരം ലഭിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2018 ദൈവം എനിക്ക് തലമുറയെ തന്ന് ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും ദൈവം 2 പെൺകുഞ്ഞുങ്ങളെ എനിക്ക് ദാനമായി തരുവാനിടയായി. അവർക്ക് 7 വയസ്സ് കഴിഞ്ഞു.
അവർ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി തന്നെ അവർക്ക് പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ പപ്പ എന്നോട് പറഞ്ഞിട്ട് പോയത്, നമ്മൾ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയവരാണ്, ഒരിക്കലും നമ്മുടെ തലമുറ ദൈവം കൈവിടത്തില്ല. അതുപോലെ തന്നെ ഞങ്ങള് 2018 കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു 1.5 വയസ്സ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പഞ്ചാബിലോട്ട് പോകുവാനിടയായി. പഞ്ചാബിൽ ചെന്നു. ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ആ ദേശത്ത് മിനിസ്ട്രി ചെയ്തു. ഒത്തിരി നിന്ദകളും ഒത്തിരി പല സിറ്റുവേഷനിൽ ഞാൻ പോകാറില്ല. കാരണം അവരുടെ മുന്നിലൊക്കെ പോയി നിൽക്കാൻ എനിക്കൊരു ഷെയിമായിരുന്നു. കോളേജിലെ ടെൻഷനായാലും ഇതായാലും അവിടെ എല്ലാം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന അവസരം ദൈവം ഒരുക്കണമെന്ന്. അച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നീ ഭാരപ്പെടണ്ട, ദൈവം എന്തായാലും എനിക്ക് കുഞ്ഞുങ്ങളെ തരാതെ ദൈവം എന്നെ അടുക്കത്തില്ല. ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ തരുമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുമായി മിനിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അങ്ങനെ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. എന്നെ ഒത്തിരി എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2018 പഞ്ചാബിൽ ചെന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി ഓരോ വീട് വിസിറ്റ് ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം ഒരു സമയത്ത് ട്രാക്ടറുമായി പോകുന്ന ഗ്രാമങ്ങളും ഭവനങ്ങളിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയ സാഹചര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുമായി പോകുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞങ്ങളോടൊപ്പം ഉള്ള വിശ്വാസികൾക്കും അവർക്കൊരു എൻകറേജ് ആയി മാറി. കാരണം ജീവിക്കുന്ന ദൈവം യേശു എന്ന് അറിയുവാൻ തൊക്കെ വേണം ദൈവം ഒരു അവസരം കൂടി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. അച്ഛനെ പഠിപ്പിച്ചിരുന്ന 4 ബൈബിൾ കോളേജിൽ ഓരോ വർഷവും ഒരു വർഷം 180 പേരും കുഞ്ഞുങ്ങൾ ഗ്രാജുവേഷൻ ചെയ്ത് ഇറങ്ങുന്നത്, അതിൽ പര സന്തോഷം നമ്മുടെ ജീവിതത്തിലായിരുന്നു. കർത്താവിന്റെ പേരിൽ ഓരോ ഫീൽഡിലോട്ട് കർത്താവിന്റെ വചനം പഠിപ്പിച്ചിറക്കുന്ന ദൈവം ഏൽപ്പിച്ചൊരു വലിയൊരു കർത്തവ്യം അച്ഛനെ കൊണ്ട് ആ ദേശത്ത് ചെയ്യുവാനിടയായി. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, ഒരിക്കലും ദൈവം ഞങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും മാറിപ്പോയില്ല. ദൈവം വിശ്വസ്തനായി തന്നെ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും നിവൃത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. 2018 കഴിഞ്ഞു, 19 കഴിഞ്ഞു. മീൻസ് ആ സമയത്ത് കോവിഡ് സ്റ്റാർട്ടായ സമയമായിരുന്നു. ഞങ്ങൾ ചെന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ടായി. സമയത്ത് നമുക്ക് ആരാധന എല്ലാം സൂമിലായിരുന്നു. അതുകൊണ്ട് ചർച്ചിലൊന്നും പോകാനോ എല്ലാം അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കോവിഡ് തുടങ്ങി പകുതി ആയപ്പോൾ അച്ഛൻ ശരീരത്തിലൊക്കെ ചെറിയ ക്ഷീണങ്ങളൊക്കെ ആയി തുടങ്ങി. അത് ആദ്യം കണ്ണിന് കാഴ്ച കുറയുന്ന പോലെ തോന്നി. അപ്പൊ എന്നോട് ഇങ്ങനെ പറയുണ്ടായി, കണ്ണിന് കാഴ്ച കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അത് കണ്ണ് ചെക്ക് ചെയ്തു. അങ്ങനെ 2 മാസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഇഞ്ചക്ഷനും ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. എന്നാലും അതിനകത്ത് ഒരു കുറവ് കാണാത്തത് കൊണ്ട് തിരിച്ച് ഞങ്ങൾ നാട്ടിൽ തന്നെ വന്നത് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് 2020 ഞങ്ങള് നാട്ടിലോട്ട് തിരിച്ചു വരികയുണ്ടായി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചെറിയ ക്ഷീണങ്ങളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. കോവിഡിന്റെ സമയമായിരുന്നു കൊണ്ടും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് തന്നെ അവർ പറയുണ്ടായി, ഇത് കണ്ണിന് മാത്രമല്ല പ്രശ്നം, കിഡ്നിക്ക് രണ്ടിനും പ്രശ്നമായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പഞ്ചാബിൽ പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ടായി. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്യുന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമെന്നുള്ള ഉറപ്പില് അവരോട് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെ പക്ഷെ ഒരു 1 ഇയർ മെഡിസിനൊക്കെ പോയി. 1 ഇയർ കഴിഞ്ഞപ്പോൾ പിന്നെയും ശാരീരിക ക്ഷീണങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡയാലിസിസ് എന്ന
പ്രോസസ്സിലോട്ട് കയറാൻ തുടങ്ങി. ഡയാലിസിസ് ചെയ്തു. ഒരു 7 മാസം ആകുന്നേ ഉള്ളൂ. ആ സമയമായപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അറ്റാക്ക് വരുവാണ്. പിന്നെ 5 ദിവസം ഒരു വെന്റിലേറ്ററിലായിരുന്നു. 6ാമത്തെ ദിവസം ഞായറാഴ്ച പകൽ 5:30 അടുത്ത സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനായി. ദൈവത്തിന്റെ ഹിതം അങ്ങനെയായിരുന്നു. ഇന്ന് ഞാൻ ഒരിക്കലും പതറിപ്പോകുന്നില്ല. കാരണം ദൈവം ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം ദൈവം ചെയ്യിപ്പിച്ചിട്ടാണ് ദൈവം വിളിച്ചത്. ഈ രോഗവും ക്ഷീണങ്ങളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്ന സമയത്തും എന്നോട് പറയുകയുണ്ടായി, ലിജി, ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിച്ചോ അതെല്ലാം ദൈവം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ദൈവത്തിന്റെ ഹിതം എന്തുവാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് നല്ലൊരു പ്രായത്തിൽ എന്നെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ദൈവത്തിന്റെ ദാസന് ബൈബിൾ കോളേജ് പഠിച്ചു. 21ാമത്തെ വയസ്സിൽ തന്നെ ചർച്ച് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂര്, കാസർഗോഡ്, ഇങ്ങനെ മലബാർ ഏരിയകളിലൊക്കെ കേരളത്തില് കേരളത്തിൽ സുവിശേഷം പറയാത്ത ഒരു സ്ഥലമില്ല. അതുപോലെ പാടാനായിരുന്നാലും മിനിസ്ട്രിക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ച ദൈവഭക്തനായിരുന്നു. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ദൈവം ഒരു കാഴ്ചപ്പാട് കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ നല്ല പ്രായത്തില് നോർത്ത് ഇന്ത്യയിൽ പോയതും കർത്താവിന്റെ വേല 20-21 വർഷം കണ്ടിന്യൂ ആ ദേശത്ത് ചെയ്യുവാൻ, പല സ്ഥലങ്ങളിൽ ചെയ്യുവാനൊക്കെ ഇടയായി. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ 2006 മുതൽ മാത്രമേ ഒരു 10-18 വർഷം വെച്ചാൻ്റെ കൂടെയുള്ളൊരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. മിനിസ്ട്രിയിലായാലും എൻ്റെ വിശ്വാസത്തിലായാലും. കാരണം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാനൊരു മടിയില്ലാത്ത എന്ത് കഷ്ടത സഹിക്കാനും. ഇന്ന് എൻ്റെ മിനിസ്ട്രിയുടെ ഒരു അനുഭവങ്ങൾ പറയുവാണെങ്കിൽ, ഞങ്ങൾ UP-യിൽ ചെന്നു. അവിടുത്തെ ദൈവദാസന്മാർ വളരെ കഷ്ടപ്പാടുകളൊക്കെ വേല ചെയ്യുന്നവരാണല്ലോ, നമുക്ക് എല്ലാവർക്കും അതറിയാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചുരുങ്ങിയ സപ്പോർട്ട് കണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. എന്നാൽ ഒരു പിറുപിറുപ്പും ഇല്ലാതെ ഒന്നിലും നമുക്കൊരു ഇല്ലായ്മയും കഷ്ടതയും പട്ടിണിയും എല്ലാം രോഗമായാലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഒരു ചോദ്യം ചെയ്യാതെ, ദൈവം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്തു, കർത്താവിന്റെ രാജ്യത്തിൽ പോയി. എനിക്കത് ഇപ്പോഴും ഞാൻ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം അതിലൊരു ഭാഗവാക്കാകുവാൻ ദൈവം എന്നെയും തിരഞ്ഞെടുത്തു. ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് തന്നെ അങ്ങനൊരു പാർട്ട്ണർ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു CSA ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ നമ്മളിതിലോട്ട് വന്നിട്ട് നമ്മളൊരു മിനിസ്ട്രി ഫീൽഡിലൊക്കെ പോയി ഇത്രയും കഷ്ടപ്പാടും കഷ്ടതകളും ഒക്കെ നമുക്ക് ചിന്തിക്കുക, എന്തുകൊണ്ടാ കർത്താവേ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ അതിലൊന്നും ഒരു വാക്കുപോലും എതിര് പറയാതെ നിൽക്കുവാണ്ടൊക്കെ വേണം ദൈവം എന്നെ ശക്തിപ്പെടുത്തി. എന്നെ വിവാഹം എൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്നോട് മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുവാൻ മനസ്സ് ഉണ്ടോ, പ്രാർത്ഥിക്കുവാൻ അറിയാമോ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതിനൊക്കെ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അത് എത്രത്തോളം അത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുള്ളത് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇല്ലായ്മകളും ശൂന്യതകളും ഒക്കെ നമ്മൾ ഒത്തിരി അനുഭവിച്ചുള്ളത്. എടുത്തു പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ദൈവം നമ്മളെ അയക്കേണ്ടിടത്തെല്ലാം ദൈവം നമ്മളെ അയച്ചു. ദൈവം ചെയ്യിക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ചെയ്തു. ദൈവം ഇനി നമ്മൾ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണോ ദൈവം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അത് ചെയ്യട്ടെ. ദൈവം എനിക്ക് 2 തലമുറയെ തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവരുടെ കാണുമ്പോഴും എന്നോട് എപ്പോഴും പറയുന്നത്, എനിക്ക് തലമുറ കാണാതെ ദൈവം എന്നെ എടുക്കത്തില്ല. അതെപ്പോഴും പറയുന്നൊരു വാക്കുമായിരുന്നു. അവരെ 3.5 വയസ്സ് വരെ കാണാനും അവർ സ്കൂളിൽ പോകുന്നതൊക്കെ കാണാനും ഒരു ഭാഗ്യം ദൈവദാസന് ദൈവം ആ ഒരു ഭാഗ്യം കൊടുത്തു. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവരാരും ദൈവം കൈവിടത്തില്ല. എന്നും
ദൈവം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ എത്ര ഉയർച്ചയിൽ പോയാലും ദൈവം വിശ്വസ്തനായിരുന്നാൽ, എത്ര നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടി പോയാൽ വിശ്വസ്തനായിരിക്കുന്നവരെ ദൈവം ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും മെസ്സേജിൽ പറഞ്ഞ 1-2 തോട്ടുകളുണ്ട്. അതെപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നോട് തന്നെ ഞാൻ പറഞ്ഞത് ധൈര്യപ്പെടും. വെച്ചാൽ എപ്പോഴും പറയുന്ന 2-3 തോട്ടുകൾ ഇങ്ങനെ പറയും. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. മീൻസ് നമുക്ക് ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആരെങ്കിലും ജയിച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ ആരൊക്കെയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയോ വേദന കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഇത് ഇന്ന് നമ്മൾ എന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശേഷം ആരൊക്കെയോ നന്മ പ്രാപിപ്പാനും അനുഗ്രഹിക്കപ്പെടാനുമുണ്ട്. ഇന്ന് നമ്മൾ കഷ്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്, നമ്മുടെ തലമുറയായാലും ഇനിയുള്ള കാലത്ത് ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നന്മ കൊടുക്കുവാൻ നിശ്ചയമായിട്ട് ദൈവം വാഗ്ദത്തം, ആ നിശ്ചയം ദൈവം അത് നിശ്ചയമായിട്ട് ചെയ്തിരിക്കും. നമുക്ക് കരയുവാൻ കണ്ണുനീരുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ മടക്കുവാൻ മുട്ടുകളുണ്ടെങ്കിൽ, നല്ലൊരു മനസ്സ് ദൈവസന്നിധി പകരുവാനുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്, ഒരിക്കലും കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ ദൈവം എന്നെ അതിനു വേണ്ടി ഒരുക്കി ഇറക്കി. അങ്ങനെ ആ ഒരു നല്ലൊരു ദൈവഭക്തനായൊരു മനുഷ്യനെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം എനിക്ക് വലിയൊരു ശക്തി എന്നിൽ ദൈവം തരുന്നുണ്ട് മുന്നോട്ട് പോകുവാനുള്ള. എപ്പോഴും പറയും, നമ്മുടെ ദൈവം വിളിച്ച ദൈവമല്ലേ, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? നമുക്ക് തലമുറ എത്തുന്ന ദൈവമല്ലേ, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം നിശ്ചയമായിട്ട് നടത്തിത്തരും. അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ഞാൻ പോയി കഴിഞ്ഞാലും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവം തലമുറയിൽ കൂടെ ആയാലും നിന്റെ കൂടെ ആയാലും ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. എന്നാൽ എനിക്ക് അത് അച്ഛൻ പോയ സമയം മുതൽ ഞാൻ ഒത്തിരി തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ മുന്നിൽ വരാമായിരുന്നു. എന്നാൽ അതിലൊന്നും തളർന്നു പോകാതെ നിർത്തിയ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. അച്ഛൻ മരിച്ചു 1 മാസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതെനിക്ക് വലിയൊരു ഷോക്കായി. എൻ്റെ പപ്പ എന്നോട് ലാസ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞത്, ഫോൺ ചെയ്ത് മരിക്കുന്നതിൻ്റെ 10 മിനിറ്റിന് മുന്നേ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്, മോളെ നീ വിഷമിക്കരുത്, ഞങ്ങൾ നിന്റെ കൂടൊപ്പം ഉണ്ട്, ഞങ്ങൾ നിന്നോടൊപ്പം വരിക, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു ഓക്കെ പപ്പ. ഞാൻ അന്ന് 21 ദിവസം ഫാസ്റ്റിങ്ങിലായിരുന്നു. ലാസ്റ്റ് ദിവസം ആണ് പപ്പ. ഞാൻ സൺഡേ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വരാം പപ്പ, ഞാൻ വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് തിരിച്ച് വീട്ടിലോട്ട് പത്തനാപുരത്തോട്ട് വരും. പക്ഷെ എന്നോട് ഫോൺ ചെയ്ത ലാസ്റ്റ് കോളായിരുന്നത് പപ്പയും ലോകത്തുനിന്നും മാറ്റപ്പെട്ടു. നമുക്ക് ആശ്രയമായിരിക്കേണ്ടവരൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നാം. എന്നാലും അവരെല്ലാം പോയിരിക്കുന്നത് നിത്യതയിലാണ്. നമുക്ക് അവിടെ വെച്ച് ഒരുമിച്ച് കാണാം. ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡായാലും അത് ചേർന്ന് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും 3 പേരും ഒരുമിച്ച് 1 വർഷത്തിനുള്ളിൽ പോയപ്പോൾ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു വേദനയായി മാറി. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സമുദായത്തിലുള്ളവരും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം ഞങ്ങളോട് ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ? എന്നാൽ ഞങ്ങൾ പറയുണ്ടായി, ദൈവം ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതെല്ലാം സഹിച്ചു നിൽക്കുവാൻ ഒരു കൃപ ഈ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ദൈവം നമുക്ക് നൽകിയത്.
ഞങ്ങളെന്നും ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ഈ ഒരു സാക്ഷിയായി നിൽക്കുന്നതും ദൈവം ഞങ്ങളുടെ മേൽ പകർന്നൊരു അഭിഷേകം കൃപയെന്ന് മാത്രമാണ്. ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഒരു വശത്ത് തളർന്നു പോകാം. എന്നാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന് ഞങ്ങൾ ആശ്രയിച്ചവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. എന്നാൽ ഒരിക്കലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല, ഒരിക്കലും ദൈവം ഞങ്ങളെ കൈവിടത്തുമില്ല. അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ വില കൊടുത്ത ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എൻ്റെ മാതാവായാലും മക്കളായ ഞങ്ങൾ 3 പേരും ഒത്തിരി വില കൊടുത്ത ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം, എന്നാലും അവിടേക്ക് പിടിച്ചു നിർത്തി ദൈവത്തിന്റെ കൃപയാണ്, ഒരു അഭിഷേകമാണ്. അത് ഞങ്ങൾക്കത് ഉറപ്പാണ്. ഇനിയുള്ള കാലത്തും അത് അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനിയത്തി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയുള്ള എല്ലാവരും ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങൾ ഇങ്ങനെ? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോയി, എൻ്റെ അനിയത്തി സുശേഷ വേലയ്ക്ക് ഇറങ്ങി. എൻ്റെ ചേച്ചിയായാലും വിശ്വാസത്തില് അവരും വിശ്വാസത്തിലായി. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഞങ്ങൾക്കെതിരായി മാറി. ഒരു വിവാഹമോ ഒരു കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കാതെ വർഷങ്ങൾ ഞങ്ങൾ അവരുമായി ഒരു സഹകരണവും ഇല്ലാണ്ട് പോയപ്പോൾ ദൈവം ഞങ്ങളവിടെ എല്ലാം ഓർത്ത് ദൈവം ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. ഇന്ന് ഇവരെല്ലാം ഞങ്ങളോട് അകന്നു നിന്ന് എല്ലാവരും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ സ്നേഹിക്കുന്നവരായി മാറി. അവരെല്ലാം ഈ യേശുവിനെ അറിയുവാനും ഈ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയാനൊക്കെ ഇടയായി. ഞങ്ങൾ നിൽക്കുന്നത് തന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടാത്തൊരു ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. എന്നോടൊപ്പമാണ് എൻ്റെ മാതാവ് താമസിക്കുന്നത്. പപ്പ മരിച്ചതിന് ശേഷം ഞാൻ മാതാവിനെ എന്നോടൊപ്പമായി കൂട്ടിക്കൊണ്ടുവരുവാനിടയായി. എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം വെഞ്ഞാറമൂടാണ്. ഞങ്ങള് അവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലോട്ടും ദൈവം അയച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ആയിട്ട് യാതൊരു അവിടെ വീടെല്ലാം ഞങ്ങൾ ഇടയായി. ഞാനിപ്പോൾ കടന്നു പോകുന്നത് ചർച്ച് ബോർഡിന്റെ ബന്ധത്തിലാണ്, ചർച്ചിലാണ്. അവരാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അച്ഛന് വേണ്ടിയതായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ ഇടയായത്. ഞങ്ങള് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ചർച്ചുമായിട്ടൊന്നും അങ്ങനെ ഏത് ചർച്ചുമായിട്ട് ബന്ധം നിൽക്കണമെന്ന് ഞങ്ങൾ തന്നെ ദൈവത്തോട് ചോദിച്ചു കാണും. നീണ്ട വർഷങ്ങളായ ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഗൈഡൻസ് ചർച്ച് ബോർഡിന്റെ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ പോകണം, അവിടെ തന്നെ നിൽക്കണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചർച്ച് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായി പോകുന്നു. തുറന്നുള്ള ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാനും കർത്താവ് എന്ത് ഉദ്ദേശിക്കുന്നുവോ, ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവോ അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ആ പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉള്ളൂ. ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും വലുത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇതൊക്കെ വേണം ദൈവമക്കളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഈ അരോമ TV-യിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനോടും എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും ഞങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കണം. പറഞ്ഞു സാക്ഷ്യം. താങ്ക് യു പ്രിയ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവീയ കരുതലുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ഇങ്ങോട്ട് നോക്കിയിരിക്കണേ. ഓക്കെ, സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളതായ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നപ്പോഴും വിളിച്ച ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയും പ്രത്യാശയും വെച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് ഓരോ ദിവസവും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ നല്ല യൗവനത്തിൽ തന്നെ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ
അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിർവഹിക്കുവാൻ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ ലഭിച്ച അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സാക്ഷീകരിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ തൻ്റെ ശുശ്രൂഷയെ തികച്ച്, തൻ്റെ ഓട്ടം തികച്ച്, തൻ്റെ പ്രാണപ്രിയൻ്റെ സന്നിധിയിലേക്ക് ജീവിത പങ്കാളി കടന്നുപോയി. ദൈവം ദാനമായി തന്ന 2 പെൺകുഞ്ഞുങ്ങൾ, ട്വിൻസ്, അവർ ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ലിജി സിസ്റ്റർ താൻ കുഞ്ഞുങ്ങളെ സംരക്ഷണം ചെയ്യുകയും അപ്പോൾ തന്നെ കർത്താവ് ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ, ബന്ധുമിത്രാദികളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം കൈവിടാതെ, ഉപേക്ഷിക്കാതെ കരുതുന്ന കർത്താവ്, കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് തന്ന കർത്താവ്, മരണത്തിനപ്പുറമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, ഈ പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ അതിനെ അതിജീവിക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇനിയും ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, പതറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ, പ്രത്യാശയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഓരോ ദിവസവും പ്രിയ കർത്താവിൻ്റെ ദാസിയെ, കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരുമാറ്റിയുടെ പ്രേക്ഷകരെ, ഈ വാത്സല്യ സഹോദരിയെയും ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹായം, സഹകരണങ്ങൾ, നമ്മുടെ കൂട്ടായ്മ അതിന് യോഗ്യരായ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ആകയാൽ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം ഈ വാത്സല്യ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വഹിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്, നമ്മുടെ സ്നേഹ സഹായങ്ങൾ അവർക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അക്കാര്യം മറക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈ കുടുംബത്തെ ഓർക്കുവാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന, ഒഴുകി വരുന്ന ആ ക്രൂസിലെ സ്നേഹം ഇപ്പോഴും വറ്റിപ്പോയിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അത് പിന്നെയും ഒഴുകി ഇറങ്ങുവാൻ, വർദ്ധിച്ചു വരുവാൻ, കർത്താവിനെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യം പിന്നെയും നമുക്ക് വഹിപ്പാൻ കർത്താവ് പിന്നെയും സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അവൻ്റെ ക്രൂശിങ്കിൽ, അവൻ്റെ പാദപീഠത്തിങ്കിൽ നാം അർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അരോമാറ്റിയുടെ പ്രേക്ഷകർ വാത്സല്യ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പ്രിയ ലിജി സിസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. അമ്മേ, ഈ സമയങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ചുരുങ്ങിയ സമയം അടിയങ്ങളുടെ ജീവിത അനുഭവത്തിന് സാക്ഷ്യം പറയുവാൻ തൊക്കെ വേണം ദൈവം എനിക്ക് തന്നൊരു അവസരം. ഹല്ലേലൂയ, ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കർത്താവെ. ദൈവം ആർക്കും കടക്കാരനല്ല കർത്താവെ. ആമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം പോലും ദൈവം ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നില്ല. അങ്ങ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വിളിച്ച ദൈവം അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ് കർത്താവെ. ആമേൻ, ഹല്ലേലൂയ. അടിയങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും കർത്താവെ, ഹല്ലേലൂയ, ഓരോ ജീവിതങ്ങളെ കർത്താവെ, അത് ഹല്ലേലൂയ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാക്കി തീർക്കണമേ. കർത്താവിന്റെ വേലയിൽ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് ഒരു അനുഗ്രഹമായ നന്മയായി മാറട്ടെ കർത്താവെ. ആമേ, പതറാതെ, ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിന്റെ പരിചയം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ തക്ക വേണം ദൈവമേ ഓരോരുത്തരെ ദൈവ ശക്തരാക്കിക്കൊള്ളണമേ. ആമേൻ, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേ, ദിവസങ്ങൾ ഞങ്ങളെ കാര്യം വ്യവഹാരം നടത്തി തരുന്നൊരു ദൈവമുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സകല വിഷയത്തിന്മേലും ഞങ്ങൾക്ക് മുന്നേ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ ഹല്ലേലൂയ, ഞങ്ങൾ പോകുന്ന വഴികൾ മുന്നമേ ഞങ്ങൾക്ക് മുന്നേ പോകുന്നൊരു ദൂതനുണ്ട് കർത്താവെ. ആ ദൈവത്തിന്റെ വലിയ ശക്തിയും ദൈവിക കൃപയും ഞങ്ങൾ ഓരോരുത്തരും മേലെ പകരട്ട് കർത്താവെ. അടിയങ്ങൾ പറഞ്ഞ ഹല്ലേലൂയ ഈ സാക്ഷ്യങ്ങൾ ആമേ ഓരോ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. അനേകം പേർ കർത്താവിനെ നേടുന്നവരാക്കി, ഈ അന്ത്യകാലഘട്ടത്തിൽ അനേകം പേരെ കർത്താവിന് വേണ്ടി നേടുന്നവരാക്കി, ആമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരാക്കി, ആമേ തളർന്നിരിക്കുന്നവരെ ആമേ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുന്നവരാക്കി, ദൈവമേ ശുശ്രൂഷയിൽ ഏറെ ബലപ്പെടുത്തുന്നവരാക്കി, ദൈവം ഓരോരുത്തരെ ദൈവം
കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഹല്ലേലൂയ സകല ആമേൻ ആമേൻ ഞങ്ങൾ ആമേ കേൾക്കുന്ന ഹല്ലേലൂയ ആമേ എല്ലാ ദൈവമക്കളെയും ദൈവമേറിയ നന്മകളാൽ ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേ സകല മാനമകത്ത് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സകലം യേശുവിന്റെ പുനർനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗ നൽകുന്നു. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ സിസ്റ്റർ ലിജി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവസ്ഥനിൽ നന്ദി ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സമയങ്ങൾ വേർതിരിച്ചതിന് സിസ്റ്ററിനോടുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം എത്രത്തോളം പ്രയോജനമായി തീർന്നു, നിങ്ങൾ മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവം നാം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമ ടിവിയിൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.